ഞാൻ ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ ചാടി പോകണമെന്ന് ഞാൻ പറയത്തില്ല. ഞാനപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ സാൻചേട്ടൻ്റെ വർക്ക് കഴിഞ്ഞപോലെ എൻ്റെ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇതുപോലെ റിയാലിറ്റി ഷോ ചെയ്ത് അതിൻ്റെ വിന്നറായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത്. അപ്പം ഞാനിങ്ങനെ റിയാലിറ്റി ഷോസൊക്കെ ചെയ്ത് അതിൻ്റെ ഹരം പിടിച്ച് തുടങ്ങിയുള്ളൂ. അപ്പോൾ അപ്പോൾ വിളിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ പോയത്. അപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി വർക്ക് കിട്ടാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല, അവർ വിളിക്കുന്നവർ അങ്ങനെയെല്ലാം പറയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ നീ വീട്ടിൽ തിരിച്ചു പോരുമോ? ഇതെങ്ങനെ എന്ന് പോരുമായിരിക്കും തിരിച്ച്? അത് പറയാൻ പറ്റില്ല. 2 ആഴ്ചത്തെ ഡ്രസ്സ് എടുത്തോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 2 ആഴ്ചയാണ് അവരുടെ മനസ്സിൽ മാക്സിമം. അത് കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടുമായിരിക്കും. പക്ഷെ ഞാൻ പോയപ്പോൾ കുറേ ഡ്രസ്സ് എടുത്തു. എൻ്റെ മനസ്സിൽ ഞാൻ കുറേ ദിവസം കുറേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞാൻ എത്ര ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് പോയി അത്രയും ദിവസം ഞാൻ വളരെ കൂളായിട്ട് അവിടെ നിന്നു. ഒരുത്തനും എന്നെ നോമിനേറ്റ് ചെയ്തില്ല. ഒരാളും എന്നെ നോമിനേറ്റ് ചെയ്തു. എനിക്കറിയില്ല അതിൻ്റെ ഗെയിമൊന്നും. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കൂടുതലും കാണുകയല്ല, കേൾക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേൾക്കുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ കേൾക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡർ ഗാർഡനിൽ കുറേ ആൾക്കാരെ കൊണ്ടിട്ട് ആ ആൾക്കാർ എന്തിനും വഴക്കുണ്ടാക്കും. അതെ, നിന്നാലും ഇരുന്നാലും ഓടിയാലും വാഷണോ എന്തിനും വഴക്കുണ്ടാകും. അപ്പം നമ്മൾ കിൻഡർ ഗാർഡനിൽ അങ്ങനെയല്ല, ഒരു കാര്യമില്ലാണ്ട് എവിടെ പോണു, അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം, നീ ആരുടെ ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള വഴക്ക്. അതെ. അപ്പോൾ എന്തിനാണോ ഇപ്രാവശ്യത്തെ ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു. മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ അല്ലായിരുന്നു. എന്റെ മേക്കപ്പ് എടുത്തു, അതെടുത്തു, ഇതെടുത്തു, അങ്ങനെയാണല്ലോ. അങ്ങനത്തെ വഴക്കുകളാണ് ഇപ്പോൾ. എനിക്കെന്നെ ഇത് ഹിന്ദി സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും തോന്നുന്നു 2 എണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാ? ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഡെയിലി ഇത് കാണുകയല്ലേ, കുറേ കഴിയുമ്പോൾ വല്ലോടത്ത് ഇരുന്ന് തളർന്നിരിക്കും. സത്യം നമ്മൾ ആക്റ്റീവ് എപ്പോഴും ഒരു പഞ്ചിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ എപ്പോഴും വഴക്കുകൾ കാണുമ്പോൾ എല്ലാത്തിനും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരല്ലേ നമ്മൾ, അവരെത് ചുമ്മാ ക്രിയേറ്റ് ചെയ്യണം, അവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ തലയിടാൻ പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു സേഫ് ഗെയിമാന്നൊക്കെ പറഞ്ഞു. എന്ത് നമുക്ക് വയ്യ, കുറെ കഴിയുമ്പോൾ മൈൻഡ് അങ്ങനെ. അത് എന്തിനാ എല്ലാത്തിനും ആവശ്യമുള്ള കണ്ടന്റ് കൊടുത്തപ്പോ എന്ന് തോന്നുന്നൊരു ഇതുണ്ട് അങ്ങനെ. പക്ഷെ അവിടെ അവർ സ്കോർ ചെയ്യുവാണ്. നമുക്ക് പുറത്ത് പ്രേക്ഷകരുടെ കയ്യടി മേടിക്കുന്ന അവരാണ്. നമ്മൾ മര്യാദയ്ക്ക് നല്ല കണ്ടന്റ് എന്ന് പറയുമ്പോൾ 24/7 കണ്ടന്റ് കൊടുക്കണ്ടേ. ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റിംഗ് ഉണ്ട്. അതായത് എന്ത് കാണിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ രണ്ടിടത്തിരിക്കുന്നവരെ ഇങ്ങനെ ഒന്നിച്ചെന്നുള്ള ഒരു ഈ ഒരു നോട്ടം എടുത്ത് അപ്പുറത്തുനിന്ന് നോട്ടം എടുത്തിട്ട് രണ്ടുപേരും തമ്മില്. അതുപോലെ ഞാൻ വേറൊരു കാര്യം, ഈ പല ഇപ്പോ എന്നാ ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്കത് കാര്യം ചോദിക്കണം. ഈ പല നമ്മളിപ്പോ ഒരു സംഭവം നടന്നു എന്ന് വെച്ചോ, അതിൽ ഒരാളുടെ റിയാക്ഷൻ എടുക്കുന്നത് അപ്പോഴത്തെ റിയാക്ഷൻ തന്നെ ആയിരിക്കുമോ, അതോ മുമ്പ് എപ്പോഴെങ്കിലും എടുത്ത റിയാക്ഷൻ ആയിരിക്കും? മുമ്പ് എപ്പോഴെങ്കിലും അല്ല, ഒരു 1 hour കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ അവിടെ റിയാക്ഷൻ ഇട്ടത്. ഓൾമോസ്റ്റ് എല്ലാം അപ്പോൾ ഡയറക്റ്റുള്ള കോൺവെർസേഷൻ എല്ലാം അപ്പോഴത്തെ റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും വേറൊരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരവിടത്തെ ഏതെങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന. ഇതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ സാജൻ സൂര്യക്ക് പുറത്ത് നല്ല സപ്പോർട്ടാ, ധന്യക്ക് ഫുള്ള് വെറുപ്പാ. സാജനൊരു തെറി വിളിച്ചു ധന്യ, സ്റ്റാർട്ടിങ് സാജനാണ് വിളിക്കുന്നത്, ധന്യയെ 2ാമത് വിളിച്ചു. സപ്പോർട്ടുള്ള സാജനെ ഞാൻ കട്ട് ചെയ്ത് കളയും. ധന്യ സാജനെ തെറി വിളിച്ചു എന്ന ക്യാപ്ഷൻ ഉൾപ്പെടെ വരും. അപ്പൊ തെറിവിളി മൊത്തം പുറത്ത് എനിക്ക് കിട്ടും. എന്തിനാ വെറുതെ പിന്നെ പൈസ മേടിച്ച് തെറിവിളി കേട്ടോട്ടെ. ഞാൻ കേട്ട സാജൻ സൂര്യ വയൽക്കാടി പോവാണെങ്കിൽ പെർ ഡേ 2 ലക്ഷം രൂപ മേടിക്കുമായിരുന്നു. കിട്ടും, അത്ര കിട്ടിയാലേ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എമൗണ്ട്? ആര് പറയാൻ, അങ്ങനെ കിട്ടിയാലേ പോവുള്ളൂ. 3 ലക്ഷം രൂപയായിരുന്നു അല്ലേ? ദൈവമേ, വീട്ടിൽ ഇൻകം ടാക്സ് വന്ന് നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. അത് ഓരോ ദിവസം ഇറങ്ങി എണീക്കും. ദൈവമേ, ഒരു സ്ഥലം നിന്നു ഒരു വർക്ക്, അടുത്ത ദിവസം അവിടെ പോയി. മനസ്സിലായില്ലേ, വീട്ടിൽ പട്ടിണിയായിട്ട് മാത്രമാണ് പോയത്. നേരത്തെ പറഞ്ഞേക്ക് വെറുതെ. അല്ല, ഞാൻ നെക്സ്റ്റ് സീസണിൽ പോയ റെനീഷ പറഞ്ഞു, ചേച്ചി പറഞ്ഞു വിട്ട എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഒരു വർക്ക്. ഉറങ്ങി എണീക്കുമ്പോ തന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.